Morning students, we are going to discuss about the types of fermenter part 1. We are going to discuss the topic types of fermenter in 3 sections. This is the first section. First we will look into what are the different types of fermenter used in industrial microbiology. The first type of fermenter is stirred tank reactor, airlift fermenter, bubble column fermenter, packed bed reactor, deep jet reactor, activated sludge treatment, rotating disc fermenter, cylindroconical fermenter, fluidized bed reactor, cyclone fermenter, UASB, hollow fiber reactor, packed glass bed reactor, photobioreactor, Waldorf type fermenter, acetator and cavitator. Based on the scale of action, they are classified into large scale fermenter, small scale fermenter and pilot scale fermenter. There are പല തരത്തിലുള്ള ഫെർമെൻറ്റേഴ്സ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ്റെ ബേസിൽ അത് 3 ടൈപ്പാണുള്ളത്: ലാർജ് സ്കെയിൽ, സ്മോൾ സ്കെയിൽ ആൻഡ് പൈലറ്റ് സ്കെയിൽ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റിർഡ് ടാങ്ക് ഫെർമെൻറ്ററിനെ കുറിച്ചാണ്. സ്റ്റിർഡ് ടാങ്ക് ഫെർമെൻറ്റർ ഈസ് എ ചോയ്സ് ഫോർ മോർ ദാൻ 70% ഓഫ് ആൻറ്റിബയോട്ടിക് പ്രൊഡക്ഷൻ. അപ്പോൾ മെയിൻലി ഇത് സ്റ്റിർഡ് ടാങ്ക് റിയാക്ടർ യൂസ് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഡിസൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫസ്റ്റ് ക്ലാസ്സിൽ. അതാണ് ബേസിക് ഡിസൈൻ ഓഫ് എ ഫെർമെൻറ്റർ. അപ്പം ബേസിക് ഡിസൈൻ ഓഫ് എ ഫെർമെൻറ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റിർഡ് ടാങ്ക് റിയാക്ടറിൻ്റെ ഡിസൈനാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് CSTR അല്ലെങ്കിൽ കണ്ടിന്യൂസ്ഡ് സ്റ്റിർഡ് ടാങ്ക് റിയാക്ടർ. എ കണ്ടിന്യൂസ്ഡ് സ്റ്റിർഡ് ടാങ്ക് റിയാക്ടർ ഈസ് എ സ്റ്റിർഡ് ടാങ്ക് റിയാക്ടർ ഓപ്പറേറ്റഡ് ഇൻ കണ്ടിന്യൂസ് മോഡ്. അപ്പം കണ്ടിന്യൂസ് ഫെർമെൻറ്റേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞ് കഴിഞ്ഞ 2ാമത്തെ ക്ലാസ്സിൽ എടുത്തതാണ്. അപ്പം കണ്ടിന്യൂസ് മോഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റിർഡ് ടാങ്ക് റിയാക്ടർ എന്ന് പറയുന്ന പേരാണ് കണ്ടിന്യൂസ് സ്റ്റിർഡ് ടാങ്ക് റിയാക്ടർ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് മീഡിയയും ഇനോക്കുലവും ആഡ് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് പ്രോഡക്റ്റും വേസ്റ്റ് മെറ്റീരിയലും റിമൂവ് ചെയ്യുന്ന സ്റ്റിർഡ് ടാങ്ക് റിയാക്ടർ എന്ന് പറയുന്ന പേരാണ് കണ്ടിന്യൂസ് സ്റ്റിർഡ് ടാങ്ക് റിയാക്ടർ. The stirred tank reactor operated in batch mode is used for viral vaccine production. അപ്പോൾ ബാച്ച് മോഡിലാണ് സ്റ്റിർഡ് ടാങ്ക് റിയാക്ടർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ വൈറൽ വാക്സിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ബാച്ച് എന്താണെന്ന് അല്ലെങ്കിൽ ബാച്ച് ഫെർമെൻറ്റർ എന്താണെന്ന് ഞാൻ സെക്കൻഡ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ദി സ്റ്റിർഡ് ടാങ്ക് റിയാക്ടർ വിത്ത് ലോ അജിറ്റേഷൻ റേറ്റ് ഈസ് യൂസ്ഡ് ഫോർ എനിമൽ സെൽ കൾട്ടിവേഷൻ. അപ്പം ലോ അജിറ്റേഷൻ റേറ്റുള്ള സ്റ്റിർഡ് ടാങ്ക് റിയാക്ടർ അല്ലെങ്കിൽ ലോ മിക്സിംഗ് റേറ്റുള്ള സ്റ്റിർഡ് ടാങ്ക് റിയാക്ടർ എനിമൽ സെൽ ഫോർ കൾട്ടിവേഷനാണ് യൂസ് ചെയ്യുക. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താ? ഹൈ ഷിയർ ഫോഴ്സ് വിൽ ബ്രേക്ക് ദി സെൽ. അപ്പോൾ നമ്മൾ നല്ല ശക്തിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള മൈക്രോബിയൽ സെൽസൊക്കെ ബ്രേക്ക് ആയിപ്പോവും, അല്ലെങ്കിൽ അതൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് ഡെഡായിപ്പോവും, അതാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഈ സ്റ്റിർഡ് ടാങ്ക് ഫെർമെൻറ്ററിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? അതായത് നമ്മൾ ഹൈ സ്പീഡിലാണ് സ്റ്റിർ ചെയ്യുന്നതെങ്കിൽ അതിലുള്ള മൈക്രോബിയൽ സെൽസിന് എന്ത് സംഭവിക്കും? അതിലുള്ള മൈക്രോബിയൽ സെൽസ് ബ്രേക്കായിട്ട് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചിട്ട് എന്ത് ചെയ്യും? ആ ഫെർമെൻറ്റേഷൻ സ്റ്റോപ്പായി പോകും. അതായത് മൈക്രോ ഓർഗാനിസംസ് അല്ലേ ഫെർമെൻറ്റേഷൻ നടത്തുന്നത്. അപ്പോൾ ആ മൈക്രോ ഓർഗാനിസത്തിന് നല്ല ഫോഴ്സിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൈക്രോബിയൽ സെൽസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഫെർമെൻറ്റേഷന് അവിടെ സ്റ്റോപ്പായി പോകും. ഇതാണ് സ്റ്റിർഡ് ടാങ്ക് റിയാക്ടറിൻ്റെ ഒരു ഫിഗർ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫെർമെൻറ്ററാണ് എയർ ലിഫ്റ്റ് ഫെർമെൻറ്റർ. പേര് തന്നെ ഉണ്ട്, എയർ ലിഫ്റ്റ് ഫെർമെൻറ്റർ. അപ്പോൾ ഇവിടെ മിക്സിംഗ് ഒക്കെ നടക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? എയർ വെച്ചിട്ടാണ് ഇവിടെ മിക്സിംഗ് ഒക്കെ നടക്കുന്നത്. എയർ ലിഫ്റ്റ് ഫെർമെൻറ്റർ ഈസ് എ ടൈപ്പ് ഓഫ് ന്യൂമാറ്റിക് റിയാക്ടർ വിത്തൗട്ട് എനി മിക്സിംഗ്. അപ്പോൾ എയർ ലിഫ്റ്റ് ഫെർമെൻറ്റർ എന്ന് പറയുന്നത് ഒരു ന്യൂമാറ്റിക് ഫെർമെൻറ്ററാണ്. ഇപ്പോൾ ന്യൂമാറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? ന്യൂമാറ്റിക് എന്ന് വെച്ചാൽ എയറുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ന്യൂമാറ്റിക് എന്ന ടേം വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പം എയർ വെച്ചിട്ടാണ് മിക്സിങ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ന്യൂമാറ്റിക് റിയാക്ടർ എന്ന് പറയുന്നത്. ഒരു മെക്കാനിക്കൽ സ്റ്റിറിങ് ഡിവൈസ്, അതായത് സ്പാർജർ അല്ലെങ്കിൽ ഇമ്പല്ലർ പോലത്തെ സ്റ്റിറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡിവൈസ് എന്തിലില്ല? ഈ എയർ ലിഫ്റ്റ് ഫെർമെൻറ്ററിലില്ല. പകരം
എന്ത് വെച്ചിട്ടാണ് സ്റ്റിർ ചെയ്യുന്നത്? എയർ വെച്ചിട്ടാണ് ഇവിടെ മിക്സിങ്ങും സ്റ്റിറിങ്ങും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്യാസ് ടൈറ്റ് ബേഫിൾഡ് റൈസർ ട്യൂബ് കണക്റ്റഡ് ടു എ ഡൗൺ കമ്മർ ട്യൂബ്. അപ്പോൾ ഈ എയർ ലിഫ്റ്റ് ഫെർമെൻറ്ററിൻ്റെ മെയിൻ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് 2 ട്യൂബാണ്. അപ്പം ഇത് ഗ്യാസ് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ 2 ട്യൂബാണ് എയർ ലിഫ്റ്റ് ഫെർമെൻറ്ററിനുള്ളത്. ഒന്ന് റൈസർ ട്യൂബും രണ്ടാമത്തത് ഡൗൺ കമ്മർ ട്യൂബും. അപ്പോൾ ഈ ഫിഗർ നോക്കുക, ആദ്യത്തെ ഫിഗർ. അപ്പോൾ ഈ 2 ഇമ്പോർട്ടൻറ്റ് ട്യൂബാണ് എയർ ലിഫ്റ്റ് ഫെർമെൻറ്റിൻ്റെ പാർട്ടെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തേതാണ് റൈസർ ട്യൂബ്. അപ്പോൾ എയറോ മുകളിലേക്ക് പോകുന്ന കാണുന്നില്ലേ, അതാണ് റൈസർ ട്യൂബ്. പിന്നെ എയറോ താഴോട്ടേക്ക് വരുന്ന ഒരു ട്യൂബില്ല, അതാണ് ഡൗൺ ഫ്ലോ ട്യൂബ് അല്ലെങ്കിൽ ഡൗൺ കമ്മർ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ എയർ വെച്ചിട്ടാണല്ലോ മിക്സിങ് നടക്കുന്നത്. അപ്പോൾ എയർ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫെർമെൻറ്ററിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ദി എയർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി ബേസ് ഓഫ് ദി ഫെർമെൻറ്റർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ സ്പാർജർ. അപ്പോൾ ഫെർമെൻറ്ററിൻ്റെ അടിഭാഗത്ത് നമ്മളൊരു സ്പാർജർ വെച്ച് കൊടുക്കും. ആ സ്പാർജറിന് എയർ എന്ത് ചെയ്യും? മീഡിയയിലേക്ക് റിലീസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എയർ ഫെർമെൻറ്ററിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ എയർ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ആ എയർ റൈസർ ട്യൂബിലൂടെ റൈസ് ചെയ്തിട്ട് ഡൗൺ കമ്മർ ട്യൂബിലൂടെ താഴോട്ടേക്ക് വരും. അപ്പോൾ റൈസർ ട്യൂബിലൂടെ റൈസ് ചെയ്യുന്ന എയർ ഏതിലൂടെയാണ് താഴേക്ക് വരിക? ഡൗൺ കമ്മർ ട്യൂബിലൂടെ താഴേക്ക് വരും. അപ്പോൾ മിക്സിംഗ് ഒക്കെ നല്ലോണം നടക്കും. അപ്പോൾ ഈ മിക്സിംഗ് നടത്തുന്നത് എയറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എയർ റൈസർ ട്യൂബിലൂടെ പൊന്തിയിട്ട് ഡൗൺ കമ്മർ ട്യൂബിലൂടെ താഴേക്ക് വരുന്നത്? അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി ബിറ്റ്വീൻ ദി റൈസർ ട്യൂബ് ആൻഡ് ഡൗൺ കമ്മർ ട്യൂബ്. അപ്പോൾ റൈസർ ട്യൂബിലെയും ഡൗൺ കമ്മർ ട്യൂബിലെയും മീഡിയൻ്റെ ഡെൻസിറ്റി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് എയർ റൈസർ ട്യൂബിലൂടെ റൈസ് ചെയ്തിട്ട് ഡൗൺ കമ്മർ ട്യൂബിലൂടെ താഴേക്ക് വരുന്നത്. ഇത് 2 മോഡിൽ ഓപ്പറേറ്റ് ചെയ്യും, ഇന്നർ ലൂപ്പും എക്സ്റ്റേണൽ ലൂപ്പും. അപ്പോൾ ഇന്നർ ലൂപ്പിൻ്റെ ഫിഗറാണത്, താഴത്തുള്ളതാണ് എക്സ്റ്റേണൽ ലൂപ്പ്. അത് സെയിം മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സ്പാർജറൊക്കെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഫെർമെൻറ്ററാണ് ബബിൾ കോളം ഫെർമെൻറ്റർ. അപ്പോൾ പേരിലുള്ള പോലെ തന്നെ ഇതിൽ മിക്സിങ് നടത്തുക, ബബിൾസ് വെച്ചിട്ടാണ് ഇവിടെ മിക്സിങ് നടത്തുക. അപ്പോൾ ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ടവർ ഫെർമെൻറ്റർ. അപ്പോൾ ടവർ എന്ന് വെച്ചാൽ എന്താണ്? നീളമായിരിക്കും കൂടുതൽ എന്തിനെക്കാട്ടും? വീതിനെക്കാട്ടും. അപ്പോൾ നീളം കൂടിയ ഫെർമെൻറ്റേഴ്സാണ് ടവർ ഫെർമെൻറ്റർ എന്ന് പറയുന്നത്. അപ്പം ബബിൾ കോളം ഫെർമെൻറ്റർ ഈസ് എ ടൈപ്പ് ഓഫ് ടവർ ഫെർമെൻറ്റർ. എയർ സ്പാർജ് അറ്റ് ദി ബേസ്. അപ്പോൾ ഇതിൽ ബബിൾസ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബബിൾസ് ഉണ്ടാക്കുക? ഒരു ലിക്വിഡ് മീഡിയയിൽ നമ്മൾ എയർ പാസ് ചെയ്ത് കഴിഞ്ഞാലാണ് ബബിൾസ് ഉണ്ടാകുക. അപ്പോൾ ഒരു വെള്ളം എടുത്തിട്ട് അതിൻ്റെ അടിയിൽ കൂടി നമ്മൾ എയർ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ എന്തുണ്ടാവും? ബബിൾസ് അല്ലെങ്കിൽ പൊക്കിളകളുണ്ടാവും. അപ്പോൾ ആ ബബിൾസ് മൂലമാണ് ഇവിടെ മിക്സിങ് നടക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? മീഡിയൻ്റെ അടിയിൽ എയർ സ്പാർജർ വെച്ചിട്ട് എയർ കൊടുക്കും. അപ്പം ബബിൾസ് ഉണ്ടാവും. ആ ബബിൾസാണ് ഇവിടെ മിക്സിങ് നടത്തുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സിട്രിക് ആസിഡ് ആൻഡ് ടെട്രാസൈക്ലിൻ പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിൻ്റെ യൂസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സിട്രിക് ആസിഡിനും ടെട്രാസൈക്ലിൻ പ്രൊഡക്ഷനും യൂസ് ചെയ്യും. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ആസ്പെക്ട് റേഷ്യോ. അപ്പോൾ എന്താണ് ആസ്പെക്ട് റേഷ്യോ? ആ ഫെർമെൻറ്ററിൻ്റെ ഹൈറ്റും ഡയമീറ്ററും തമ്മിലുള്ള റേഷ്യോ ആണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ റേഷ്യോ ഈ ബബിൾ കോളം ഫെർമെൻറ്ററിനെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും കൂടുതലുണ്ടാകുക? നിങ്ങൾക്കറിയാം എന്താണ് കൂടുതലുണ്ടാകുക? ഹൈറ്റാണ് കൂടുതലുണ്ടാകുക. എന്തിനെക്കാട്ടും? ഡയമീറ്ററിനെക്കാട്ടും. കാരണം ഇതൊരു ടവർ ഫെർമെൻറ്ററാണ്. അപ്പോൾ ഹൈറ്റ് ടു ഡയമീറ്റർ റേഷ്യോ ആണ് ആസ്പെക്ട് റേഷ്യോ. അപ്പോൾ ഇത് നോൺ മെക്കാനിക്കലി സ്റ്റിർഡ് ഫെർമെൻറ്ററാണ്. നിങ്ങൾക്കറിയാം ഇവിടെ എന്തെങ്കിലും മെക്കാനിക്കൽ സ്റ്റിറിങ് ഡിവൈസസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് വെച്ചിട്ടാണ് സ്റ്റിറിങ് നടത്തുന്നത്? ബബിൾസ് വെച്ചിട്ടാണ് ഇവിടെ സ്റ്റിറിങ് നടത്തുന്നത്. ഫോർത്ത് ടൈപ്പ് ഓഫ് ഫെർമെൻറ്ററാണ് പാക്ഡ് ബെഡ് റിയാക്ടർ അല്ലെങ്കിൽ ഫിക്സഡ് ബെഡ് റിയാക്ടർ. അപ്പോൾ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഇമ്മൊബിലൈസ്ഡ് സെൽസ്. അപ്പോൾ ഇമ്മൊബിലൈസ്ഡ് സെൽസിൻ്റെ ഒരു എക്സാമ്പിളാണ് പാക്ഡ് ബെഡ് റിയാക്ടർ അല്ലെങ്കിൽ ഫിക്സഡ് ബെഡ് റിയാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മൊബിലൈസ്ഡ് സെൽസ് എന്ന് വെച്ചാൽ എന്താണ്? സെൽസിനെ ഒരു സർഫസിനോട് അറ്റാച്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓടി നടക്കുന്ന സെൽസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സർഫസിനോട് കൊണ്ടുവച്ച് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മൊബിലിറ്റി എന്തായിപ്പോവും? നിൽക്കും. അപ്പോൾ മൊബൈലായിട്ടുള്ള സെൽസിനെ നമ്മൾ ഒരു സർഫസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കാരിയറിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൊബിലിറ്റി സ്റ്റോപ്പായി പോകും. അപ്പോൾ
അപ്പോൾ ആ കാരിയറിൻ്റെ മുകളിലായിരിക്കും ആ സെൽസ് ഉണ്ടാകുക. അപ്പോൾ അതാണ് ഇമ്മൊബിലൈസ്ഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വെർട്ടിക്കൽ സിലിണ്ടറിക്കൽ കോളം പാക്ഡ് വിത്ത് പീസസ് ഓഫ് ഇനേർട്ട് മെറ്റീരിയൽ. അപ്പോൾ ഒരു വെർട്ടിക്കൽ സിലിണ്ടർ ഉണ്ടാവും, അതിൽ ഇനേർട്ട് മെറ്റീരിയൽ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ആ വെർട്ടിക്കൽ കോളം ഫിൽ ചെയ്യുക. അപ്പോൾ ഒരു വെർട്ടിക്കൽ കോളം ഉണ്ടാവും, ഫിഗർ നോക്കുക. അപ്പോൾ ഒരു ഫിക്സഡ് ബെഡ് ഉണ്ടാവും, ഫിക്സഡ് ബെഡ് വിത്ത് മാക്രോപോറസ് കാരിയേഴ്സ് എന്ന് കാണുന്നില്ലേ. അപ്പോൾ ആ മാക്രോപോറസ് കാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇനേർട്ട് മെറ്റീരിയലാണ്. അത് എന്ത് ചെയ്യും? അത് വെച്ചിട്ടാണ് നമ്മൾ ഫിക്സഡ് ബെഡ് ഉണ്ടാക്കുന്നത്. ആ ഫിക്സഡ് ബെഡ് എന്തിൻ്റെ ഉള്ളിലാണ് ഉണ്ടാകുക? ഒരു വെർട്ടിക്കൽ കോളത്തിൻ്റെ ഉള്ളിലാണ് ഉണ്ടാകുക. നമ്മൾ ക്രോമറ്റോഗ്രഫി ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോളം പോലെയാണ് ഉണ്ടാകുക. അപ്പോൾ ആ കോളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? ഫിക്സഡ് ബെഡ് ഉണ്ടാക്കും. അതായത് അവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള അതിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബെഡ് പോലെ ഉണ്ടാക്കും. ആ ബെഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഇനേർട്ട് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ലൈക്ക് മാക്രോപോറസ് കാരിയേഴ്സ്. എന്നിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യും? മൈക്രോ ഓർഗാനിസത്തിനെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഈ മാക്രോപോറസ് കാരിയേഴ്സിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് ആരുണ്ടാവും? മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ മീഡിയ ഈ ബെഡിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യുക. അപ്പോൾ ബെഡിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന മീഡിയയിൽ എന്തുണ്ടാവും? പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ബെഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മീഡിയ കൊടുത്തു കഴിഞ്ഞാൽ ആ ബെഡിലുള്ള മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും? ഈ മീഡിയയിലുള്ള ന്യൂട്രിയൻസ് ഉപയോഗിച്ചിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോഡക്റ്റാണ് പുറത്തേക്ക് വരുന്ന മീഡിയയിൽ ഉണ്ടാകുക. എന്നിട്ട് ആ മീഡിയ ആ പ്രോഡക്റ്റ് അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു ഫിക്സഡ് ബെഡ് ഉണ്ടാവും, ഇനേർട്ട് മെറ്റീരിയലിൻ്റെ ഒരു ഫിക്സഡ് ബെഡ് ഉണ്ടാവും. അത് എന്തിൻ്റെ ഉള്ളിലാണ് ഉണ്ടാകുക? ഒരു കോളത്തിൻ്റെ ഉള്ളിലാണ് ഉണ്ടാകുക. ആ കോളത്തിൻ്റെ ഉള്ളിലുള്ള ഫിക്സഡ് ബെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ ആരെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? നമുക്ക് ഫെർമെൻറ്റേഷൻ നടത്തേണ്ട മൈക്രോ ഓർഗാനിസത്തിനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ അറ്റാച്ച് ചെയ്ത മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും? ഈ ബെഡിലൂടെ നമ്മൾ എന്ത് പാസ് ചെയ്യും? മീഡിയ പാസ് ചെയ്യും. അപ്പോൾ ആ മീഡിയ ഉപയോഗിച്ചിട്ട് ഈ ബെഡിലുള്ള മൈക്രോ ഓർഗാനിസംസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ബെഡിൻ്റെ പുറത്തേക്ക് വരുന്ന ഒലിച്ചിറങ്ങി വരുന്ന മീഡിയയിൽ എന്തുണ്ടാവും? പ്രോഡക്റ്റ് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ബെഡ് ഉണ്ടാവും, ആ ബെഡിൽ ആരുണ്ടാവും? ബെഡിൽ മൈക്രോ ഓർഗാനിസംസ് ആണ് ഉണ്ടാകുക. ആ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും? മീഡിയയിലുള്ള ന്യൂട്രിയൻസ് ഉപയോഗിച്ചിട്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോഡക്റ്റ് ബെഡിലൂടെ പുറത്തേക്ക് വരുന്ന മീഡിയയിലാണ്, അല്ലെങ്കിൽ ആ മീഡിയയിലാണ് എന്തുണ്ടാകുക? ആ പ്രോഡക്റ്റ് ഉണ്ടാകുക. ആ പ്രോഡക്റ്റിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുക. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിയാക്ടറാണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് റിയാക്ടർ. അപ്പോൾ ഫിക്സഡ് ബെഡും ഫ്ലൂയിഡൈസ്ഡ് ബെഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താ? ഫിക്സഡ് ബെഡിൽ ബെഡ് ഫിക്സഡ് ആണ്. പക്ഷേ ഫ്ലൂയിഡൈസ്ഡ് ബെഡിൽ എന്താണ്? പേര് തന്നെ ഉണ്ട്, ബെഡ് എന്തായിരിക്കും? ഫ്ലൂയിഡ് ഫോമിലായിരിക്കും, അതായത് ഫിക്സഡ് ആയിരിക്കില്ല. അപ്പോൾ മറ്റേതിൽ ഫിക്സഡ് ബെഡിൽ സോളിഡ് മെറ്റീരിയൽസ്, ഇനേർട്ട് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ബെഡ് ഉണ്ടാക്കുക. പക്ഷേ ഫ്ലൂയിഡൈസ്ഡ് ബെഡിൽ എന്താണ്? സോളിഡ്സ് അല്ല ഉണ്ടാക്കുക, നമ്മൾ എന്താണ്? ഫ്ലോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്ത് കളിക്കുന്ന ഫ്ലൂയിഡിക് ആക്ഷനുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ബെഡ് ഉണ്ടാക്കുക. അപ്പോൾ എന്താണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് റിയാക്ടർ എന്ന് നോക്കാം. ഫ്ലൂയിഡൈസ്ഡ് ബെഡ് റിയാക്ടർ കൺസിസ്റ്റ് ഓഫ് microbial cells grow attached to beads or carriers suspended in fermented. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ മനസ്സിലാലോചിക്കുക. നമ്മൾ കുറച്ച് വെള്ളം എടുത്ത്, അപ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് മുത്തുകളിട്ട്, ആ മുത്തിൻ്റെ മുകളിലാണ് ആര് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകുക? ഈ മൈക്രോ ഓർഗാനിസംസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകുക. ഇനി നമ്മൾ ആ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് എയർ കൊടുക്കുക. അപ്പോൾ ഈ മുത്തെന്താണ്? മുകളിലേക്കും താഴേക്കും ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പോൾ ഈ മുത്തിനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുത്തിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് ആരുണ്ട്? മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ആ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും? മീഡിയ അല്ലെങ്കിൽ ആ വെള്ളം ഉപയോഗിച്ചിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം കുറച്ച് വെള്ളം മനസ്സിൽ കാണുക. ആ വെള്ളത്തിൽ നമ്മൾ കുറച്ച് മുത്തുകളിട്ട്, ആ മുത്ത് നിങ്ങൾ എന്ത് ചെയ്യും? അടിയിൽ കൂടി കുറച്ച് എയർ കൊടുക്കും. അപ്പോൾ എയർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മുത്ത് ഇങ്ങനെ വെള്ളത്തിൽ കൂടി താണും പൊന്തിയും കളിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് എന്തിൻ്റെ വർക്കിങ്ങും? ഫ്ലൂയിഡൈസ്ഡ് ബെഡ് റിയാക്ടറിൻ്റെ വർക്കിംഗ്. അപ്പം നമ്മൾ മീഡിയ എടുക്കുക, മീഡിയയിൽ കുറച്ച് ബീഡ്സ് ഇടുക. അപ്പം ബീഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? മുത്താണ്. അപ്പോൾ ഈ ബീഡ്സിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് ആരുണ്ടാവും? മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പം നമ്മൾ അടിയിൽ എന്ത് കൊടുക്കുക? സ്പാർജർ വെച്ചിട്ട് എയർ കൊടുക്കുക. അപ്പോൾ അടിയിൽ നമ്മൾ സ്പാർജർ വെച്ചിട്ട് എയർ കൊടുക്കുമ്പോൾ ഈ ബീഡ്സ് മീഡിയയിൽ കൂടി മോൾട്ടും താഴോട്ടൊക്കെ മൂവ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ഈ ബീഡ്സിൻ്റെ മുകളിലുള്ള മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും?
ആ മീഡിയയിലുള്ള ന്യൂട്രിയൻസ് ഉപയോഗിച്ചിട്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഫ്രഷ് മീഡിയ ആൻഡ് എയർ ഈസ് ഫംഡ് ഇൻ ടു ദി റിയാക്ടർ. അപ്പം ഫ്രഷ് മീഡിയവും എയറും നമ്മൾ സ്പാർജർ വെച്ചിട്ട് കൊടുക്കണം. പിന്നെ വേസ്റ്റ് പ്രോഡക്റ്റും ഗ്യാസും ഒക്കെ ഉണ്ടാവും. ഫെർമെൻറ്റേഷൻ നടന്നാൽ വേസ്റ്റ് പ്രോഡക്റ്റും ഗ്യാസും ഒക്കെ ഉണ്ടാവും. അതൊക്കെ റിമൂവ് ചെയ്യണം. പിന്നെ ഇതിൽ ഈ ബീഡ്സ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഗ്ലാസ് ബീഡ്സ്, ഒന്നും ഗ്ലാസ് കൊണ്ടുള്ള മുത്തുകളായിരിക്കും ഉപയോഗിക്കുക, അല്ലെങ്കിൽ സെഫാഡക്സ് ബീഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെക്സ്ട്രാൻ ബീഡ്സ് ആയിരിക്കും. അപ്പോൾ ഇത് മൂന്നും ഇനേർട്ട് മെറ്റീരിയൽസ് ആണ്. ഈ ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക? ഈ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഉണ്ടാക്കുക. അപ്പോൾ ഇതാണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് റിയാക്ടറിൻ്റെ ഫിഗർ. അപ്പം നോക്കുക. അപ്പോൾ അതിൽ സോളിഡ് പാർട്ടിക്കിൾസ് എന്ന് കാണുന്നില്ല. ആ സോളിഡ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? ബീഡ്സ് ആയിരിക്കും. അപ്പോൾ അടിയിൽ കൂടി നമ്മൾ എന്ത് കൊടുക്കും? ഗ്യാസ് കൊടുക്കും. ആ ഗ്യാസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ സോളിഡ് പാർട്ടിക്കിൾസ് ഈ മീഡിയയിലൂടെ താണും പൊന്തിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്തിട്ട് ഈ മീഡിയയിൽ മൊത്തം ഇങ്ങനെ താണും പൊന്തിയൊക്കെ ഇങ്ങനെ കളിക്കും. അപ്പോൾ ഈ സോളിഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ബീഡ്സിൻ്റെ മുകളിലാണ് ആര് ഉള്ളത്? നമുക്ക് ഫെർമെൻറ്റ് ചെയ്തു തരുന്ന മൈക്രോ ഓർഗാനിസംസ് ഉള്ളത് ഈ സോളിഡ് പാർട്ടിക്കിൾസിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യും? സോളിഡ് പാർട്ടിക്കിൾസിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താണും, മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും താണും പൊന്തിയൊക്കെ മൂവ് ചെയ്യും. അപ്പോൾ മീഡിയയിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യും. എന്നിട്ട് ആ പ്രോഡക്റ്റ് നമുക്ക് റിക്കവർ ചെയ്യാം, വേസ്റ്റ് പ്രോഡക്റ്റൊക്കെ റിമൂവ് ചെയ്യും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫെർമെൻറ്ററാണ് ഡീപ്പ് ജെറ്റ് ഫെർമെൻറ്റർ. അപ്പോൾ ഡീപ്പ് ജെറ്റ് ഫെർമെൻറ്ററിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹൈഡ്രോ ഡൈനാമിക് മെക്കാനിസം. ലിക്വിഡ് കൈനറ്റിക് എനർജി ഈസ് യൂസ്ഡ് ഫോർ മിക്സിംഗ്. അപ്പോൾ ഇത് ഹൈഡ്രോ ഡൈനാമിക് മെക്കാനിസം വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഫെർമെൻറ്ററാണ് ഡീപ്പ് ജെറ്റ് ഫെർമെൻറ്റർ. അപ്പോൾ എന്താണ്? ലിക്വിഡ് കൈനറ്റിക് എനർജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊരു ബക്കറ്റ് എടുക്കുക. നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ നമ്മളൊരു ബക്കറ്റ് എടുക്കുക. ആ ബക്കറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഫോഴ്സിൽ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ബക്കറ്റിലുള്ള വെള്ളമൊക്കെ നല്ലോണം മിക്സ് ആവില്ലേ? അപ്പോൾ അതേ മെക്കാനിക്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് വാട്ടറിൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ കൈനറ്റിക് എനർജി വെച്ചിട്ടാണ് ഇവിടെ മിക്സിങ് നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫെർമെൻറ്ററിൽ മിക്സിങ് നടക്കുന്നത്? വാട്ടറിൻ്റെ, അതായത് ഫോഴ്സിൽ വാട്ടർ എന്ത് ചെയ്യുക? പമ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഫോഴ്സിൽ വരുന്ന വാട്ടറാണ് ആ മീഡിയ എന്ത് ചെയ്യുന്നത്? മിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫോഴ്സിൽ മീഡിയ, ഫെർമെൻറ്ററിൻ്റെ കേസിലാണെങ്കിൽ ഫോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുക? നല്ല ഫോഴ്സിൽ ആ മീഡിയ അങ്ങ് പമ്പ് ചെയ്ത് കൊടുക്കുക. ഉള്ള മീഡിയത്തിലേക്ക് നമ്മൾ നല്ല ഫോഴ്സിൽ മീഡിയ അങ്ങ് പമ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ മീഡിയയിൽ പ്രോപ്പറായിട്ട് നല്ലോണം മിക്സിങ് നടക്കും. അപ്പോൾ ആ ഫോഴ്സിൽ വരുന്ന മീഡിയയാണ്, അല്ലെങ്കിൽ ഹൈ ഫോഴ്സിൽ വരുന്ന മീഡിയയാണ് നമ്മളിവിടെ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലിക്വിഡ് കൈനറ്റിക് എനർജി എന്താ നിങ്ങൾക്ക് അറിയാം? അതായത് മൂവ് ചെയ്യുന്ന സാധനങ്ങൾ കാണിക്കുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. അപ്പോൾ ലിക്വിഡ് കൈനറ്റിക് എനർജി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മിക്സിങ് നടത്തുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തുണ്ട്? ഒരു പമ്പ് ഉണ്ടാവും. ആ പമ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? മീഡിയ ഹൈ പ്രഷറിൽ ഇഞ്ചക്റ്റ് ചെയ്യും. അപ്പോൾ ഉള്ള മീഡിയയിലേക്ക് മീഡിയ ഹൈ പ്രഷറിൽ ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നല്ലോണം മിക്സിങ് നടക്കും. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഈസ്റ്റ് പ്രൊഡക്ഷനാണ്. വേയിൽ നിന്ന് ഈസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീപ്പ് ജെറ്റ് ഫെർമെൻറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ വേ എന്താ നിങ്ങൾ ലേറ്റർ പഠിക്കുക. അതൊരു വേസ്റ്റ് പ്രോഡക്റ്റാണ്. ചീസ് പ്രൊഡക്ഷൻ്റെ ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ് വേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ. അപ്പോൾ ഇതിൽ നോക്കുക. ഇപ്പോൾ ഒരു എയർ ഇൻലെറ്റ് കാണുന്നില്ല, അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ കാണുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് സ്റ്റെറൈൽ എയർ കൊടുക്കുക. അപ്പോൾ ആ എയറിൽ ഈ എയർ ഫിൽറ്റർ അല്ലെങ്കിൽ എൻട്രെയിനർ വെച്ചിട്ട് എന്ത് ചെയ്യും? പിന്നെ ഒരു മൾട്ടി പേസ് പമ്പ് കാണുന്നില്ല, ആ പമ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? മീഡിയ ഹൈ ഫോഴ്സിൽ എന്ത് ചെയ്യുക? ഉള്ള മീഡിയത്തിലേക്ക് പമ്പ് ചെയ്യുക. അപ്പം മീഡിയനെ നമ്മൾ എന്ത് ചെയ്യും? ഹൈ പ്രഷറിൽ അല്ലെങ്കിൽ ഹൈ ഫോഴ്സിൽ ഉള്ള മീഡിയത്തിലേക്ക് പമ്പ് ചെയ്യും. അപ്പം നല്ലോണം മിക്സിങ് നടക്കും. അപ്പം ഇങ്ങനെ കുറേ നേരം ചെയ്ത് കഴിഞ്ഞാൽ മീഡിയക്ക് എന്ത് വരും? മീഡിയക്ക് ചൂട് പിടിക്കും. അപ്പോൾ ആ ചൂട് പിടിച്ചാൽ മൈക്രോ ഓർഗാനിസം നല്ലോണം ചൂട് പിടിച്ചാൽ മൈക്രോ ഓർഗാനിസംസൊക്കെ ചത്തുപോകില്ലേ? അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ്റ്റേണൽ ബ്രോത്ത് കൂളർ വെച്ച് കൊടുക്കും. അപ്പോൾ ബ്രോത്തിലേക്ക് നമ്മൾ ഹൈ സ്പീഡിൽ ബ്രോത്ത് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രോത്തിന് കുറേ നേരം കഴിഞ്ഞാൽ അതിനെന്ത് വരും? ആ ബ്രോത്തിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ മൈക്രോ ഓർഗാനിസത്തിന് ഫെർമെൻറ്റേഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ ആ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഒരു എക്സ്റ്റേണൽ ബ്രോത്ത് കൂളർ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഫിഗറിൽ കാണുന്നില്ല ഒരു എക്സ്റ്റേണൽ ബ്രോത്ത് കൂളർ? അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? കോൾഡ് വാട്ടർ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആ ബ്രോത്തിൻ്റെ ചൂടൊക്കെ ആര് വലിച്ചെടുക്കും? കോൾഡ് വാട്ടർ വലിച്ചെടുത്തിട്ട്
ആ ബ്രോത്തിനെ തണുപ്പിക്കും. അപ്പോൾ ഇത് നോക്കുക, അപ്പോൾ ഒരു പമ്പ് ഉണ്ടാവും. ആ പമ്പ് വെച്ചിട്ട് ഹൈ സ്പീഡിൽ നമ്മൾ ഉള്ള മീഡിയത്തിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ല പ്രഷറിലാണ് മീഡിയം വന്ന് പതിക്കുന്നത് ഉള്ള മീഡിയത്തിലേക്ക്. അപ്പോൾ നല്ലോണം മിക്സിങ് നടക്കും. ഈ പ്രോസസ്സ് കുറേ നേരം കണ്ടിന്യൂ ചെയ്താൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യും, ബ്രോത്തിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അപ്പോൾ ഈ ഓർഗാനിസത്തിന് അതിന് ഫെർമെൻറ്റേഷൻ നടത്താൻ പറ്റില്ല, ഓർഗാനിസം ഡെഡ് ആയിപ്പോവും. അപ്പോൾ ആ റൈസ് ഇൻ ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്? ഒരു എക്സ്റ്റേണൽ ബ്രോത്ത് കൂളർ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ബ്രോത്ത് കൂളർ എന്ത് ചെയ്യും? ഈ ബ്രോത്തിനെ തണുപ്പിക്കും. അപ്പോൾ നെക്സ്റ്റ് ആണ് ആക്ടിവേറ്റഡ് സ്ലെഡ്ജ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇൻഡസ്ട്രിയിലൊക്കെ കുറേ വേസ്റ്റ് വാട്ടർ ഉണ്ടാവും. അപ്പോൾ ഈ വേസ്റ്റ് വാട്ടറൊക്കെ നമുക്ക് അങ്ങ് പുഴയിലും കടലിലൊക്കെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല. അപ്പം മലിനീകരണ നിയന്ത്രണ ബോർഡൊക്കെ നമ്മളെ ഇൻഡസ്ട്രി അപ്പാട് പൂട്ടിച്ചടയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻഡസ്ട്രിയൽ വാട്ടർ ആദ്യം ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്തിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റൂ? റിവേഴ്സിലേക്കും ഓഷ്യൻസിലൊക്കെ നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആക്ടിവേറ്റഡ് സ്ലെഡ്ജ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിന് 2 കോമ്പോണൻസ് ആണുള്ളത്. 2 ടാങ്കാണ് ഇതിൻ്റെ മെയിൻ കോമ്പോണൻസ്. അപ്പോൾ 2 ടാങ്ക് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ടാങ്കാണ് എയറേഷൻ ടാങ്ക്, രണ്ടാമത്തെ ടാങ്കാണ് സെറ്റ്ലിംഗ് ടാങ്ക്. അപ്പോൾ ഫിഗർ നോക്കുക. അപ്പോൾ 2 ടാങ്ക് ഉണ്ട്, എയറേഷൻ ടാങ്ക് ഉണ്ട്, സെറ്റ്ലിംഗ് ടാങ്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എയറേഷൻ ടാങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ വേസ്റ്റ് വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും? നല്ലോണം എയർ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യും. അപ്പം ഈ വേസ്റ്റ് വാട്ടറിലേക്ക് നമ്മൾ എയർ നല്ലോണം കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ വേസ്റ്റിലുള്ള ഓർഗാനിക് മാറ്റേഴ്സിൻ്റെ ഓക്സിഡേറ്റീവ് ഡീഗ്രഡേഷൻ നടക്കും. അപ്പോൾ ഈ വേസ്റ്റിലേക്ക് നമ്മൾ എയറേഷൻ ടാങ്കിൽ എന്താണ് ചെയ്യുന്നത്? എയറേഷൻ ടാങ്കിൽ നമ്മൾ നല്ലോണം എയർ എന്തിൻ്റെ കൂടി കൊടുക്കും? ഈ വേസ്റ്റിൽ മിക്സ് ചെയ്യും. അപ്പോൾ ഈ വേസ്റ്റിലുള്ള പാർട്ടിക്കിൾസൊക്കെ എന്ത് ചെയ്യും? ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ ഈ വേസ്റ്റിലുള്ള പാർട്ടിക്കിൾസിനൊക്കെ ഓക്സിഡേഷൻ നടന്നിട്ട് അത് ഡീഗ്രേഡ് ആയി പോകും. അതാണ് എയറേഷൻ ടാങ്കിൽ സംഭവിക്കുക. അപ്പോൾ എയറേഷൻ ടാങ്കിൽ നിന്ന് എയറേഷൻ കഴിഞ്ഞിട്ട് ഓക്സിഡേറ്റീവ് ഡീഗ്രേഡേഷൻ കഴിഞ്ഞ വേസ്റ്റ് നമ്മൾ എന്തിലേക്ക് കൊടുക്കും? സെറ്റിലിംഗ് ടാങ്കിലേക്ക് കൊടുക്കും. അപ്പോൾ സെറ്റിലിംഗ് ടാങ്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾസൊക്കെ ക്ലംപ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സൈസ് കൂടിയിട്ട് ഈ സെറ്റിലിംഗ് ടാങ്കിൻ്റെ അടിയിൽ പോയിട്ട് നിൽക്കും. അപ്പോൾ സോളിഡ് പാർട്ടിക്കിൾസൊക്കെ എന്ത് ചെയ്യും? അഗ്രിഗേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലംപ് ചെയ്തിട്ട് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഈ സെറ്റിലിംഗ് ടാങ്കിൻ്റെ അടിയിലേക്ക് താണു പോകും. അപ്പോൾ നമ്മൾ ചളിവെള്ളമൊക്കെ ഊറാൻ വെക്കില്ല. അപ്പോൾ ചളിവെള്ളമൊക്കെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഈ സോയിൽ പാർട്ടിക്കിൾസൊക്കെ എവിടെ വരും? ആ ബക്കറ്റിൻ്റെ അടിയിൽ വരും. മുകളിൽ എന്താണ് ഉണ്ടാകുക? വാട്ടറാണ് ഉണ്ടാകുക. അപ്പം നമ്മൾ ചളിവെള്ളം കുറച്ച് നേരം ഊറാൻ വെച്ച് കഴിഞ്ഞാൽ ചളി അല്ലെങ്കിൽ സോയിൽ പാർട്ടിക്കിൾസൊക്കെ ബക്കറ്റിൻ്റെ അടിയിൽ വന്ന് നിൽക്കും. മുകളിൽ എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് സെറ്റിലിംഗ് ടാങ്കിൻ്റെ വർക്കിങ്ങും. അപ്പോൾ സെറ്റിലിംഗ് ടാങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി ഊറാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസൊക്കെ ക്ലംപ് ചെയ്തിട്ട് സൈസ് കൂടും. അപ്പോൾ സൈസും വെയിറ്റും കൂടിക്കഴിഞ്ഞാൽ ഈ സോളിഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? നാച്ചുറലി ആ വേസ്റ്റ് വാട്ടറിൻ്റെ അടിയിലേക്ക് താണു പോയിട്ട് സെഡിമെൻറ്റ്സ് ഫോം ചെയ്യും. അതായത് ചളി നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ചളിവെള്ളം ഊറാൻ വെച്ചപ്പോൾ സോയിൽ കിട്ടിയില്ല. അതേപോലെ തന്നെ ഈ സോയിലിന് പകരം എന്താണ് ഉണ്ടാകുക? സോളിഡ് പാർട്ടിക്കിൾസ് ആണ് ഈ സെറ്റിലിംഗ് ടാങ്കിൽ ഉണ്ടാകുക. മുകളിൽ എന്തുണ്ടാവും? ലിക്വിഡ് പാർട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റിലുള്ള വാട്ടർ പാർട്ടാണ് ഉണ്ടാകുക. അടിയിൽ എന്തുണ്ടാവും? ചളി ഉണ്ടാവും. ആ ചളിക്ക് പറയുന്ന പേരാണ് സ്ലഡ്ജ്, അല്ലെങ്കിൽ ആ സോളിഡ് വേസ്റ്റിന് പറയുന്ന പേരാണ് സ്ലഡ്ജ്. ഇതിൻ്റെ കുറച്ച് സ്ലഡ്ജ് നമ്മൾ എന്ത് ചെയ്യും? റൈപ്പൻഡ് സ്ലഡ്ജ് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ റൈപ്പൻഡ് സ്ലഡ്ജ് എന്ന് വെച്ചാൽ എന്താണ്? ഈ സ്ലഡ്ജ് കിട്ടൂലേ, ആ സ്ലഡ്ജിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് വെക്കും. അതായത് ആ സ്ലഡ്ജിൽ ഇപ്പോൾ എന്തുണ്ടാവും? മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. വേസ്റ്റ് ഡീഗ്രേഡ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പോൾ അടുത്ത വാട്ടർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ലഡ്ജ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സ്ലഡ്ജിന് പറയുന്ന പേരാണ് റൈപ്പൻഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തൈരൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് തൈര് എടുത്ത് വെക്കും. അതായത് നാളെ വേറെ പാലിൽ എന്ത് ചെയ്യാം? ഇത് ഉറപാരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് തൈര് എടുത്ത് വെക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ കുറച്ച് സ്ലഡ്ജ് അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾ നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് വെക്കും.
ആ സ്ലെഡ്ജിന് പറയുന്ന പേരാണ് റൈപ്പൻഡ് സ്ലെഡ്ജ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ റൈപ്പൻഡ് സ്ലെഡ്ജിനെ എടുത്തു വെക്കുന്നത്? നമുക്ക് അടുത്ത വാട്ടർ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ എന്തുണ്ട്? വേസ്റ്റ് ഡിഗ്രേഡ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ആക്ടിവേറ്റഡ് സ്ലെഡ്ജ് ട്രീറ്റ്മെൻറ്റിൽ 2 ടാങ്ക് ഉണ്ട്, എയറേഷൻ ടാങ്കും സെറ്റിലിംഗ് ടാങ്കും. അപ്പോൾ എയറേഷൻ ടാങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേസ്റ്റ് വാട്ടറിലേക്ക് നന്നായിട്ട് എയർ പമ്പ് ചെയ്യും. അപ്പോൾ എയറിലുള്ള ഓക്സിജൻ എന്ത് ചെയ്യും? അതിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ ഡീഗ്രേഡ് ചെയ്യും. അതായത് ഓക്സിഡേറ്റീവ് ഡീഗ്രേഡേഷൻ നടക്കും. അപ്പോൾ ഡീഗ്രേഡേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ആ വാട്ടറിനെ എന്തിലേക്ക് പാസ് ചെയ്യും? സെറ്റിലിംഗ് ടാങ്കിലേക്ക്, അതായത് 2ാമത്തെ ടാങ്കായ സെറ്റിലിംഗ് ടാങ്കിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ സെറ്റിലിംഗ് ടാങ്കിൽ എന്താ നടക്കുകയെന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിൾസൊക്കെ ക്ലംപ് ചെയ്തിട്ട് അഗ്രിഗേറ്റ് ചെയ്തിട്ട് സെഡിമെൻറ്റ്സ് ഫോം ചെയ്യും, അല്ലെങ്കിൽ സ്ലെഡ്ജ് ഫോം ചെയ്യും. ആ സ്ലെഡ്ജിനെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് എടുത്ത് വെക്കും, റൈപ്പൻഡ് സ്ലെഡ്ജായിട്ട് എടുത്ത് വെക്കും. അത് നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പം ബാക്കി ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഴ്സ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.